നിലപാടുകളില്ലാത്ത എം.വി. ഗോവിന്ദൻ കാരണം CPM ഇപ്പോൾ അടിപതറിയിരിക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയാണ് CPM ചില തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും? വലിയ രസകരമായിട്ടുള്ളൊരു വിധാനത്തിലേക്കാണ് പോകുന്നത്. വടകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സഖാവ് VS അച്യുതാനന്ദൻ നടത്തിയ ഒരു സന്ദർശനം, വടകരയല്ല, ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ നടത്തിയ ഒരു സന്ദർശനം വലിയ വിവാദവും അതുപോലെ തന്നെ UDFൻ്റെ വിജയവും ആയി കലാശിക്കുകയാണ്. വേറെ ആരെയല്ല, TP ചന്ദ്രശേഖരൻ വധ കേസ് അതിങ്ങനെ പാരമ്യത്തിലെത്തി ചർച്ചയിൽ നിൽക്കെ അദ്ദേഹം KK രമയെ, വിധവയായ KK രമയെ കാണുകയും പഴയ കമ്മ്യൂണിസ്റ്റ് സ്നേഹം കൊണ്ട് അവർ ആലിംഗനബദ്ധരായിട്ട് നിൽക്കുകയും ദുഃഖം തളം കെട്ടി നിന്ന മുഖങ്ങളോടുകൂടി രണ്ടുപേരും ആലിംഗനബദ്ധരായി നിൽക്കുന്നു. ആ ഒരു ചിത്രം എല്ലാ പത്രങ്ങളിലും ഒന്നാം പേജിൽ തന്നെ വരികയും അത് വലിയ തോതിൽ CPMനൊരു തിരിച്ചടിയായി ആ ഉപതെരഞ്ഞെടുപ്പിൽ അവർ തോറ്റുപോവുകയും ചെയ്തു. അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്ന് പറയുന്നത് പോലെ ഒരു അശനിപാതം പോലെ സ്വരാജിൻ്റെ വിജയം ഏതാണ്ട് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശം നിലമ്പൂരിലെ വലിയ പ്രഭാവം ചെലുത്തുകയും ചെയ്ത സമയം എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനസാഗരമാണ് അതിൽ പങ്കെടുത്തത്. അങ്ങനെ അവരൊരു വിജയ സോപാനത്തിലാണെന്നുള്ളൊരു പ്രതീതി പാർട്ടി കേഡറുകളും നേതാക്കളും എല്ലാം സൃഷ്ടിക്കുക. കേരളത്തിൽ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം സംജാതമായി എന്നുള്ള പാർട്ടി ചിഹ്നത്തിൽ തന്നെ നിലമ്പൂരിൽ സേഫായി ജയിക്കാമെന്നുള്ള ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് പാർട്ടി പോവുകയും ചെയ്യുകയാണോ എന്നുള്ള ഒരു സന്ദിഗ്ധതയിൽ കേരള രാഷ്ട്രീയം നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഈ പോളിംഗ് ഇന്ന് നടക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് MV ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവന വളരെയധികം വിവാദങ്ങൾക്ക് വിത്തുരുകയുണ്ടായി. ആ പ്രസ്താവന ഇതാണ്: അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ സംഘപരിവാർ സംഘടനയായിട്ടുള്ള RSSുമായിട്ട് ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ആ ഒരു അപകടം മനസ്സിലാക്കി മണത്തറിഞ്ഞിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ വിവാദമാവുകയില്ലേ? എല്ലാവരും ഈ SFI എന്ന് വളർന്നു വന്ന മാർക്സിസ്റ്റുകാർ തന്നെയാണല്ലോ ഈ പത്രപ്രവർത്തകരെല്ലാം മിക്കവരും ഇപ്പോൾ. അപ്പോൾ ഒരു വാണിംഗ് കൊടുത്തു അദ്ദേഹത്തിന്. അത് വകവയ്ക്കാൻ സത്യമായി പറയുന്നതിന് എന്താ കുഴപ്പം എന്നുള്ള മട്ടിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. MV ഗോവിന്ദൻ മാഷ് ഒരു മദ്യപാനിയോ മദ്യം കഴിക്കുന്ന ആളോ അല്ല. അപ്പം മദ്യത്തിൻ്റെ ലഹരിയിലല്ല ഇദ്ദേഹം ഇത് പറഞ്ഞത്. അതുമായിട്ട് കൂട്ടിച്ചേർത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് വീണ്ടും ആവർത്തിക്കും. ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത റിപ്പോർട്ടർ ചാനൽ മണ്ടത്തരം തട്ടിവിടുന്നവർ ഒരിക്കലും ഒരു നാക്കുപിഴവല്ല. വളരെ വ്യക്തമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി പറഞ്ഞ കാര്യങ്ങളായിട്ട് തന്നെ. നാക്കുപിഴ എന്ന് പറയുന്നത് CPMകാർക്ക് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അവർ പഠിച്ച് അളന്ന് കുറിച്ച് ആണ് കാര്യങ്ങൾ പറയാറുള്ളത്. ഗോവിന്ദൻ മാഷ് പ്രത്യേകിച്ചും അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗോവിന്ദൻ മാഷ് ഇങ്ങനെ പറഞ്ഞത് ലക്ഷ്യം തെറ്റി ഇപ്പോൾ CPMൻ്റെ നെഞ്ചത്ത് തന്നെ വന്ന് വീണോ എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നിലമ്പൂരിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കൾ തന്നെയാണെങ്കിലും അവിടെ നിർണായകമായിട്ട് തീരുമാനിക്കുന്നത് മതശക്തി തന്നെയാണ്, മുസ്ലിം ശക്തി തന്നെയാണ്, അവരുടെ സംഘടിത ശക്തി തന്നെയാണ് റിസൾട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ആ സംഘപരിവാർ RSS എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ശത്രു രാജ്യങ്ങളെ പോലെയാണ്. ശത്രു രാജ്യങ്ങളെ പോലെ ഒരു ശത്രുതയാണ് അവരിൽ ഉളവാകുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സൈബർ സ്പേസിലൊക്കെ കാണുന്നത് മോദിയെ അന്തവും കുന്തവും ഇല്ലാതെ തെറി പറയുന്ന ഒരു പ്രവണത. മലബാറിലൊക്കെ ഉള്ള അങ്ങനെയുള്ള ധാരാളം സൈബർ ഗ്രൂപ്പുകളും. അത്തരം ഒരു കലിപ്പ് അവർക്ക് മോദിയോടുള്ള സമയത്ത് സംഘപരിവാറുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സ്വരാജാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ പ്രദേശത്ത്, മറ്റ് പ്രദേശങ്ങളിൽ അത്രയും വരില്ല, വളരെ തീവ്രമായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടാവുകയും മുഖ്യമന്ത്രി തന്നെ, മുഖ്യ പടനായകനായിട്ടുള്ള എയർ മാർഷലായിട്ടുള്ള പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി 45 മിനിറ്റ് എടുത്ത് അതിൻ്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എത്രമാത്രം ഫലവത്താണെന്നിപ്പോൾ ഈ പോളിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് 23-ാം തീയതി അറിയാൻ പറ്റും. അത്രമാത്രം വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് ചെയ്തത്. റിപ്പോർട്ടർ ചാനൽ ഈ പറ്റിയ അബദ്ധം തിരുത്താൻ വേണ്ടി അതിൻ്റെ എഡിറ്റർമാരെല്ലാം കൂടി ഇരുന്ന്
അഹോരാത്ര യജ്ഞം അവിടെ ഒരെണ്ണം നടത്തി. എന്തായാലും കൈവിട്ട് പോയ ആ. ആയുധവും വാവിട്ട വാക്കും അതെ, തിരിച്ചെടുക്കാൻ പറ്റില്ല. വാവിട്ട വാക്ക് നാക്കുപിഴ എന്ന് പറയും. ഇതിനെങ്ങനെ നാക്കുപിഴ എന്ന് പറയുന്നത്? അല്ല, എം വി ഗോവിന്ദൻ ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുപ്പിച്ചടുപ്പിച്ച് ചില പ്രസ്താവനകൾ നടത്തുന്നതെല്ലാം CPM-ന് ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ, നിലപാടുകൾ ഞങ്ങൾ മാറ്റും, സാഹചര്യത്തിനനുസരിച്ചുള്ള ഒറ്റ നിലപാടേ ഉള്ളൂ എന്ന് ആരാ പറഞ്ഞേ പാർട്ടിക്ക്? പാർട്ടിക്ക് നിലപാടെന്ന് പറയുന്നത് വെച്ചാൽ ഒരു പാർട്ടിയുടെ നിലപാട്, അവരുടെ ആശയം, അവരുടെ ഓരോ കാര്യങ്ങളിലും അതിൽ നിന്ന് വ്യതിചലിക്കും എന്ന് പറയുന്നിടത്ത് തീർന്നു പാർട്ടി, അല്ലേ? അത് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഈ പറഞ്ഞോണം വേണ്ടി വന്നാൽ RSSുമായിട്ടും VD സതീശനുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടുമെന്നുള്ളത്. PDP മൂന്നാമത്തെ ഒരു ഇതാണ് PDPയെ കൂട്ടിച്ചേർത്തതും ജമാഅത്തെ ഇസ്ലാമിയെ മതവർഗീയ പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ബൂമറാങ് പോലെ CPM-നെ അടിച്ചു. അപ്പൊ ഇത്തരത്തിൽ മാറി മറിയുന്ന പ്രസ്താവനകളും മാറി മറിയുന്ന നിലപാടുകളും CPM-ന് തന്നെ വലിയൊരു അടിയായിട്ട് മാറിയിരിക്കുകയല്ലേ. അത് ഈ എം വി ഗോവിന്ദൻ ഇപ്പോൾ നേരത്തെ ജയരാജനായിരുന്നു, ഇപ്പോൾ ഈ എം വി ഗോവിന്ദനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ എയർലോട്ടായത്. അതെ, ഇപ്പോൾ ഒരു ഗെയിം ചേഞ്ചറായിട്ട് അദ്ദേഹം മാറുവാണോ എന്ന് തോന്നുന്നു. അനിവാര്യമായിട്ടൊരു വിജയം അത് തകർക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് തന്നെയല്ല, നിലപാടുകൾ ഇങ്ങനെ മറിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്ഥിരം ശീലമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ട്രംപിന് പഠിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. ഇങ്ങനെ മണിക്കൂർ വെച്ച് നിമിഷങ്ങൾക്കനുസരിച്ച് നിലപാട് മാറ്റുന്നയാളാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു പക്ഷേ ആദ്യം അദ്ദേഹം നമുക്കറിയാം പുട്ടിൻ്റെ പക്ഷമായിരുന്നു, നേരെ സെലൻസ്കിയുടെ പക്ഷത്തേക്ക് കൂറുമാറി. അതുപോലെ തന്നെ ഇസ്രായേലിനെ വഴക്ക് സഹാരിച്ചു ഇപ്പോൾ ആക്രമണം നടത്തിയതിന്. എന്നിട്ട് ഇറാനെ ഞങ്ങൾ ഖൊമൈനിയെ കൊല്ലും എന്നുള്ളതാണ് അദ്ദേഹം. കീഴടങ്ങാൻ പറയാൻ ഇയാൾ ആർമി ചീഫോ, യുദ്ധം നയിക്കുന്ന അതിൻ്റെ ആർമി ചീഫ് വല്ലതുമാണ്. അദ്ദേഹമല്ല യുദ്ധം നയിക്കുന്നത്, ഞങ്ങൾ യുദ്ധത്തിൽ പങ്കാളിയല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കീഴടങ്ങാൻ പറയുക. ഇങ്ങനെ ഓരോ രാജ്യത്തിനെ ആക്രമിച്ചിട്ട് കീഴടങ്ങാൻ പറഞ്ഞ് ഇതെന്തുവാ, ലോകം വെട്ടിപ്പിടിക്കാൻ പോവാണോ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ? എം വി ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പുറകെ നടന്ന് തിരുത്തേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത്. രാമയെ തിരുത്താൻ വേണ്ടി മാത്രമല്ല, പണ്ട് ഇതുപോലെ സന്ദർഭമുണ്ട്. അച്യുതാനന്ദനും പിണറായി വിജയനും, പാർട്ടി സെക്രട്ടറി അച്യുതാനന്ദനും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് ഇതുപോലുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. ആ കോൺട്രവേഴ്സികൾ കലാശിച്ചത് രണ്ടുപേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. വലിയ കലഹമായിരുന്നു അവർ തമ്മിൽ. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റുകയും പിന്നീടാണ് പിണറായി വിജയൻ ഔദ്യോഗിക വിഭാഗത്തെ എല്ലാം കയ്യിലാക്കുകയും അച്യുതാനന്ദനെ തരം താഴ്ത്തുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഇത് പോവുമോ? മിക്കവാറും നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തരം താഴ്ത്തപ്പെടുമോ എന്നൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാർട്ടി കാര്യങ്ങൾ പോളിറ്റ് ബ്യൂറോ വരെയുള്ളത് ബേബി ആണല്ലോ. പോളിറ്റ് ബ്യൂറോയുടെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് എല്ലാം തീരുമാനിക്കുന്ന സജീവൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബേബി എന്ന് പറയുന്ന പിണറായി വിജയൻ പറയുന്നത് കേട്ടേ പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരു തരം താഴ്ത്തൽ സഖാവിന് ഉണ്ടാകുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത്. ഒരു പക്ഷേ സ്വരാജ് ജയിക്കുകയാണെങ്കിൽ പ്രശ്നം വരില്ല. സ്വരാജ് അവിടെ തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണഭൂതൻ എം വി ഗോവിന്ദനാണെന്നൊരു ആരോപണം വരാനുള്ള ശക്തമായിട്ടുള്ള സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്കിതിലൊക്കെ അത്ഭുതമായിട്ട് തോന്നുന്നത് PDP എന്ന് പറയുന്ന ഭൂലോക വർഗീയ കക്ഷിയുമായിട്ട് കൂട്ടും പിടിച്ചുകൊണ്ടാണ് RSSൻ്റെ കൂട്ടുപിടുത്തത്തിൻ്റെ പേരിൽ ഒരു കലഹം ഈ പാർട്ടിക്കകത്തുണ്ടാകുന്നത്. കയ്യിൽ എളിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് PDP ഇങ്ങനെ ഓമനിച്ചുകൊണ്ട്, എളിയിൽ വെച്ചുകൊണ്ട് മക്കളെ എന്നും പറഞ്ഞിങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് PDP. ആ അവസരത്തിലാണ് RSS എന്ന് പറയുന്ന സംഘടന അത് വലിയ ശത്രുവായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു രട്ടത്താപ്പ് എല്ലാം കൂടെ പരിഹാസ്യമായിട്ടൊരു പ്രഹസനമായിട്ട് മാറിയിട്ടുണ്ട്. ഒക്കത്ത് വെക്കാൻ RSSനെയും കൂടെ ശ്രമിക്കുന്നുണ്ട്, ഒക്കത്തോട്ട് എടുത്ത് വെക്കാൻ. അതിലാണോ എം വി ഗോവിന്ദന്റെ ശ്രമം? എങ്കിൽ പിന്നെ പാർട്ടി രണ്ടാവും. അന്ന് CPM ആയതുപോലെ തന്നെ CPIക്കും ഇപ്പൊ ഒരു ഭാരതാംബ സ്നേഹമൊക്കെ നമ്മൾ കണ്ടതാണ്. കൂടുതൽ ഒരു RSS ടച്ച് നമ്മൾ കണ്ടതാണ്. അതെ, അവരെ അന്നും RSSനെ എതിർത്തിരുന്നവരാണ്. RSSുമായിട്ട് അന്ന് കൂട്ടുകൂടിയവരാണ് CPM. അത് പറയാനൊരു അവസരമാണ് ബിനോയ് വിശ്വത്തിന്. അദ്ദേഹം അപ്പോഴും ഇടതു മുന്നണി ഐക്യം, കമ്മ്യൂണിസ്റ്റ് ഐക്യം എന്ന് പറഞ്ഞ് നടക്കുക. വെറും സ്വപ്നമാണ്. നിങ്ങളുടെ സോഷ്യലിസ്റ്റ് സ്വപ്നം ഉണ്ടല്ലോ, അതുപോലൊരു സ്വപ്നം, സ്ഥിതി സമത്വ സ്വപ്നം. എന്തായാലും ഏകദേശം CPM-ന്റെ അടി പതറി, കപ്പിത്താന്റെ കപ്പൽ ആടി ഒലഞ്ഞു തുടങ്ങി, നന്നായിട്ട് ഒലയുകയാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് എന്തായാലും വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുടെ പരാമർശങ്ങൾ മറ്റുമൊക്കെ പിണറായിയെ നോട്ടമിട്ട് ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ചില നിർണായക തീരുമാനങ്ങൾ പാർട്ടിക്കകത്ത് എടുക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാവരും മൗനം ഭജിക്കുന്നതായിരിക്കാം.
രഞ്ജിനി, അവസാനം എനിക്കൊരു സംശയം, പി വി അൻവർ കഴിഞ്ഞ ദിവസം ഇതുകൊണ്ടായിരിക്കും പറഞ്ഞു എൻ്റെ ലക്ഷ്യം ഏതാണ്ട് സാധിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.